നാട്ടിലും ഓടി നടന്ന കൊച്ചു പയ്യൻ പെട്ടെന്നൊരു നാൾ സിനിമയിലേക്ക് എത്തുന്നു. വിരലിലെണ്ണും മുന്നേ സൂപ്പർ സ്റ്റാറായി മാറി. പിന്നാലെ കോടീശ്വരനും. ഒരു സിനിമാ കഥ പോലെ തോന്നുന്ന ജീവിതം. അതുതന്നെയാണ് നസ്ലൻ കെ ഗഫൂർ എന്ന 23-കാരന്റെ ജീവിതവും. കുറച്ചു ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചതെങ്കിലും ഇതിനകം തന്നെ മലയാളികളുടെ ഇഷ്ടതാരമായി മാറിക്കഴിഞ്ഞു. അഭിനയമാണ് സാറേ ഇവന്റെ മെയിൻ എന്ന് തോന്നിപ്പിക്കുന്നത്ര അനായാസേനയാണ് ഓരോ കഥാപാത്രങ്ങളെയും നസ്ലൻ അവതരിപ്പിക്കുന്നത്. ആ പ്രതിഭയെ തേടി 23-ാം വയസ്സിൽ എത്തിയിരിക്കുന്നത് ലാലേട്ടനെയും ചാക്കോച്ചനെയും പൃഥ്വിരാജിനെയും മാത്രം ഇതുവരെ തേടിയെത്തിയ അപൂർവ സൗഭാഗ്യം കൂടിയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിലെ സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിലാണ് നസ്ലൻ ജനിച്ചത്. ചാപ്പാറയിലെ സ്കൂളിനും പള്ളിക്കുമൊക്കെ അടുത്തുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു നസ്ലന്റെ ജനനം. ഉപ്പ ഗഫൂറിനും ഉമ്മയ്ക്കും ആദ്യം ജനിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നു. പിന്നീട് ഏറെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഉമ്മ വീണ്ടും ഗർഭിണിയായതും ഇരട്ടി മധുരമെന്നതുപോലെ ഇരട്ട കുട്ടികൾ ജനിച്ചതും. 2000 ജൂൺ 11-നായിരുന്നു നസ്ലനും ഇരട്ട സഹോദരനും ജനിച്ചത്. അതിൽ മൂത്തവനായിരുന്നു നസ്ലൻ. കാഴ്ചയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നസ്ലനും ഇരട്ട സഹോദരനും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ കുട്ടികളെ പോലെ തന്നെ വീടിനടുത്ത് തന്നെയായിരുന്നു പള്ളിയും സ്കൂളും എല്ലാം. +2 കഴിഞ്ഞ് ബിടെക് ആയിരുന്നു നസ്ലൻ തെരഞ്ഞെടുത്തത്. എന്നാൽ 2 വർഷത്തോളം പഠനം കഴിഞ്ഞപ്പോഴാണ് ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ അത് ഉപേക്ഷിക്കാൻ ഒട്ടും തന്നെ വൈകിയില്ല. അത് നിർത്തി ഡിഗ്രിക്ക് ചേരാൻ നിൽക്കുമ്പോഴാണ് സിനിമയിലേക്ക് കയറി കൂടുന്നതും. സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ ഒരു നാടകത്തിലോ ഷോർട്ട് ഫിലിമിലോ പോലും അഭിനയിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കവെയാണ് മമ്മൂട്ടി ചിത്രം മധുരരാജയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി എത്തിയത്. സ്ക്രീനിൽ നിൽക്കുന്ന 600-ഓളം പേരിൽ ഒരാളായിട്ടായിരുന്നു നസ്ലൻ എത്തിയത്. അപ്പോഴാണ് തണ്ണീർമത്തനിലേക്ക് പുതുമുഖങ്ങളെ തേടിയുള്ള ഓഡീഷനെ കുറിച്ച് കോളേജിലെ കൂട്ടുകാരിലൂടെ അറിഞ്ഞതും. ആ ഓഡീഷൻ ക്ലിക്കായി. തണ്ണീർമത്തനിലൂടെ മാത്യുവും അനശ്വരയുമായുള്ള വലിയ കൂട്ടുകെട്ടും സൂപ്പർ ഹിറ്റായി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കുരുതിയിലെ വില്ലൻ വേഷവും ഹോമിലെ ചാൾസ് ഒലിവർ ട്വിസ്റ്റ് എന്ന അനിയൻ വേഷവും ഒക്കെ നസ്ലനെ ആരാധകരുടെ പ്രിയപ്പെട്ടവനാക്കുകയായിരുന്നു. ചിത്രം മോശമാണെങ്കിലും തന്റെ ഏത് ചെറിയ വേഷവും സൂപ്പറാക്കുന്നതായിരുന്നു നസ്ലന്റെ പ്രത്യേകത. അതിനുദാഹരണമാണ് കേശു ഈ വീടിന്റെ നാഥനിൽ ദിലീപിന്റെ മകനായി എത്തിയത്. സൂപ്പർ ശരണ്യാണ് നസ്ലന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ്. സംഗീത് എന്ന പഠിപ്പിസ്റ്റിന്റെ വേഷത്തിലൂടെ കോളേജ് ജീവിതം ആസ്വദിക്കുകയായിരുന്നു നടൻ. അതിനുശേഷം ജോ ആൻഡ് ജോ, നെയ്മർ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഹിറ്റായപ്പോഴാണ് നസ്ലൻ എന്ന പ്രതിഭയെ കണ്ടെത്തിയ ഗിരീഷ് ഏടിയുടെ 3ാമത്തെ ചിത്രം പ്രേമലു എത്തിയത്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിനൊപ്പം ഇന്ത്യൻ സിനിമാ ലോകം കീഴടക്കുന്ന പ്രേമലു 115 കോടി ആഗോള കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട്. വെറും 5 വർഷം കൊണ്ട് ചാപ്പാറയിലെ ഗഫൂറിന്റെ ഇരട്ട മക്കളിൽ മൂത്തവൻ ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ആരാധിക്കുന്ന നടനായി മാറിക്കഴിഞ്ഞു.